ഹായ് ഫ്രണ്ട്സ്, 2026 നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുന്നതിനായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുന്നതിനായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ സെറ്റിംഗ്സിലെ പല ഓപ്ഷനുകളും എടുത്ത് നമ്മൾ ഓൺ ആക്കണമായിരുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു സെക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതും വളരെ നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എളുപ്പം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആദ്യമേ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു സാധാ അക്കൗണ്ടാണ്. ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് എങ്ങനെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു 3 ലൈൻസ് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ സെറ്റിംഗ്സിലേക്കാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുകളിലോട്ട് അല്പം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ മുകളിലോട്ട് അല്പം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷനുകൾ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ വെരിഫിക്കേഷൻ ബാഡ്ജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ആദ്യത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷനുകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് പ്രൊഫഷണൽ മോഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. രണ്ടാമത്തത് ക്രിയേറ്റ് എ ന്യൂ പേജ് എന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റേണ്ടതായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ വരുന്ന അടുത്ത വിൻഡോയിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് ഓൺ ആക്കാനുള്ള അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം താഴെയുള്ള ടേൺ ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാമെങ്കിലും നമുക്ക് വേറൊരു രീതിയിലും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാവുന്നതാണ്. പൊതുവെ എല്ലാവരും ആ ഒരു രീതിയിലാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കാറ്. അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് കാണാവുന്നതാണ്. ആ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്ക് കാണാവുന്നതാണ് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേ സ്ക്രീൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ ടേൺ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യമേ കാണുന്നത് വെൽക്കം ടു പ്രൊഫഷണൽ മോഡ് എന്നുള്ള ഒരു വെൽക്കം മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന ഓപ്ഷനുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ കൊടുത്തിരിക്കുന്നത് ഡിഫൈൻ യുവർ ഓഡിയൻസ് എന്നുള്ളൊരു മെസ്സേജാണ് ആദ്യമേ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് യു ക്യാൻ ലെറ്റ് മോർ പീപ്പിൾ സീ യുവർ കണ്ടന്റ് എന്ന ഒരു മെസ്സേജും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അടുത്ത വിൻഡോയിലേക്ക് പോകാം. ഈ ഒരു വിൻഡോയിൽ നമ്മളുടെ കണ്ടൻറ്റൊക്കെ പബ്ലിക് എങ്ങനെ കാണണമെന്നുള്ളതാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് പബ്ലിക്കായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കണ്ടാൽ മതിയെങ്കിൽ ഫ്രണ്ട്സ് മാത്രമായിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ കസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻറ്റൊക്കെ പബ്ലിക് കണ്ടെങ്കിൽ മാത്രമേ വ്യൂസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഭാഗം പബ്ലിക്കാക്കി ഇടാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഡിഫോൾട്ട് ഓഡിയൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഈ ഒരു സെക്ഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് യൂസ് പബ്ലിക് ഡിഫോൾട്ട് ഓഡിയൻസ് സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ എല്ലാ ഓപ്ഷനുകളും പബ്ലിക്കാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറുകയുള്ളൂ. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പോസ്റ്റുകളും റീൽസ് സ്റ്റോറീസ് എല്ലാം നമുക്കിവിടെ പബ്ലിക്കായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ പോസ്റ്റുകളെല്ലാം പബ്ലിക്കിനെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷനും ഇവിടെ പബ്ലിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുകൂടാണ്ട് നമ്മുടെ പ്രൊഫൈൽ പബ്ലിക്കാണെന്ന് ഉറപ്പ് വരുത്തുക. അതുകൂടാണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജും പബ്ലിക്കിന് ഫോളോ ചെയ്യാനായിട്ട് പബ്ലിക്കാക്കി വയ്ക്കുക. കൂടാണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ മറ്റുള്ളവർക്ക് സെർച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സെർച്ച് എഞ്ചിനുകൾക്ക് ആക്സസ് ലഭിക്കുന്നതിനായിട്ട് ഓണാക്കി വയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫോൾട്ടായിട്ട് തന്നെ പബ്ലിക്കായിട്ട് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എങ്കിലും നമ്മളിതൊന്ന് ഉറപ്പ് വരുത്തേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് മോണിറ്റൈസേഷൻ ടൂൾസ് ആക്ടിവേറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയതിൻ്റെ ടൂൾസൊക്കെ നമുക്ക് ഈ ഒരു വിൻഡോയിലാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന് പുതിയൊരു ഫ്രെയിം ലഭിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന് പ്രൊഫഷണൽ മോഡിലേക്ക് മാറിയതിൻ്റെ ഒരു ബാഡ്ജും കൂടെ ലഭിക്കുന്നതാണ്.
അത് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോയോടൊപ്പം കാണാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് കൺഗ്രാജുലേഷൻ മെസ്സേജ് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.